പനിക്ക് ശേഷം ഇന്ന് പല ആളുകളിലും ശക്തമായിട്ടുള്ള ചുമ കാണുന്നുണ്ട്. കുത്തിയുള്ള ചുമയാണ്, കുറേ നീണ്ടു നിൽക്കുന്നത്. മാസങ്ങളോളം ചില ആളുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. പല മരുന്നുകളും കഴിച്ചിട്ട് കുറവില്ല എന്ന് പറയുന്നുണ്ട്. ഇത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള 3 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് ചൂടുവെള്ളം മാത്രം കുടിക്കുക. വളരെ തണുത്ത വെള്ളമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ചൂടുവെള്ളം നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. പിന്നീട് വേണമെങ്കിൽ കുറച്ച് തുളസിയൊക്കെ ഇട്ടിട്ടില്ല വെള്ളത്തിലൊക്കെ തുളസി ഇട്ടിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നീട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കുറച്ച് ഇഞ്ചിയും അതുപോലെ തേനുമൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നീരെടുത്തിട്ട് നമുക്ക് ഇടയ്ക്ക് രാത്രി ഭക്ഷണത്തിന് ശേഷമൊക്കെ വേണമെങ്കിൽ ഉപയോഗിച്ച് കഴിക്കാവുന്നതാണ്. പിന്നീട് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഈ പോസ്റ്റ് വൈറൽ ബ്രോങ്കൈറ്റിസ് പോലെ ഈ വൈറൽ ഇൻഫെക്ഷന് ശേഷം ഉണ്ടാകുന്ന ചുമക്കൊക്കെ ഏറ്റവും ഫലപ്രദമായിട്ട് ഹോമിയോപ്പതി മരുന്നുകൾ ഇന്ന് ഫലപ്രദമായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ നിങ്ങളുടെ ചുമയുടെ ലക്ഷണങ്ങൾ, ചുമയുടെ നേച്ചർ, ചുമയുടെ ബാക്കി ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങളൊരു ഹോമിയോപ്പതി ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുക. നിങ്ങളുടെ വിവരങ്ങൾ കൃത്യമായിട്ട് നൽകിയാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ പോസ്റ്റ് വൈറൽ ബ്രോങ്കൈറ്റിസോ അതുപോലെയുള്ള പനിക്ക് ശേഷമുള്ള ചുമയൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.